Reverend Father Varghese Idichandi, featured speaker for our Christmas celebrations this evening. Reverend Father Saji Abraham, Diocesan Secretary. Reverend Fathers, choir groups from various churches, choir masters, brothers and sisters. A culture which has controlled literacy, unlike our situation, compensates by being more attentive to what is said, what is read, and memorizing and internalizing what they hear and what they memorize. സാക്ഷരത നിയന്ത്രിതമായ ഒരു സംസ്കാരത്തിൽ അതിനെ പരിഹരിക്കുവാൻ തക്കവണ്ണം കേൾക്കുന്നതും അവർ മനസ്സിലാക്കുന്നതും അല്പം കൂടി വ്യത്യസ്തമാണ് എന്ന് ആദ്യമായിട്ട് ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പല കാര്യങ്ങളും അതിൻ്റെ വരികളുടെ ഇടയിൽ സൂചനകൾ നൽകുന്നതിനെ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു വസ്തുതയാണ് എന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം. നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് സാധാരണ അച്ചടി പ്രസ്ഥാനത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൽ പലപ്പോഴും വായിക്കുന്നത് നമ്മൾ ഗ്രഹിക്കാതെ കുടത്തിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെ നമ്മൾക്ക് ഒരു രീതിയാണ്. എന്നാൽ ഇവിടെ വിശുദ്ധ ലൂക്കോസ് രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, റോമൻ സാമ്രാജ്യത്തിൽ അന്നുവരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളുടെ ഒരു ശമനം, അതിന് ശേഷം പ്രത്യേകിച്ച് ചരിത്രം പഠിച്ചിരിക്കുന്നവർക്കറിയാം, ഒഗസ്തോസ് എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു മേധാവിയും എതിർത്ത മാർക്ക് ആൻ്റണിയും AD BC 31 വരെ റോമൻ സാമ്രാജ്യത്തിൽ യുദ്ധം തുടർന്നതായിട്ട് നമ്മൾക്കറിയാം. BC 31 ഏതാണ്ട് ഒരു സമാധാനം സാമ്രാജ്യത്തിൽ വരുന്നത്. ഒഗസ്തോസ് ചക്രവർത്തിക്ക് അങ്ങനെ പേരും നൽകുവാനായിട്ടുള്ള ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ബിക്കോസ് ഒഗസ്റ്റസ് നമ്മളുടെ കലണ്ടറിൻ്റെ ഓഗസ്റ്റ് മാസം ഈ ഒരു ചക്രവർത്തിയുടെ പേരിലാണ് നമ്മൾ നിലനിർത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാഴ്ചയുടെ സമയത്ത് സർവ്വ മനുഷ്യർക്കും ഈ സാമ്രാജ്യത്തിൻ്റെ ഉള്ള എല്ലാ ഭാഗത്തും സമാധാനം എന്നും ഒരു വലിയ അനുഭവം പ്രദാനം ചെയ്യുന്നതായിട്ട് കൊടുക്കുന്നതായിട്ട് അന്ന് സാമ്രാജ്യത്തിൽ നമ്മൾക്ക് ഏവർക്കും അത് പ്രസ്താവിച്ചിരുന്നു. പാക്സ് റൊമാന എന്ന് പറയുന്നത് റോമിൻ്റെ സമാധാനം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ആട്ടിടയന്മാർക്ക് പറയുന്നത് സ്വർഗത്തിൽ സമാധാനം മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന് പ്രസാദീകരിച്ചിരിക്കുന്നവർക്ക് ദൈവപ്രസാദം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഒഗസ്തോസ് ചക്രവർത്തിയുടെ വാഴ്ചകാലത്താണെന്നുള്ള സൂചന. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആശയം വിശുദ്ധ ലൂക്കോസ് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഈ സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്നത് കേവലം ഉപരിവിപ്ലവം മാത്രം. ദിസ് ഇസ് ഓൺലി എ സൂപ്പർഫിഷ്യൽ പീസ്. ദർ ഇസ് നോ സമാധാനം ഉണ്ടാകേണ്ടിയെന്ന് ഈ മാലാഖയുടെ ഒരു സന്ദേശമുണ്ട്. മനുഷ്യമക്കൾക്ക് ദൈവം പ്രസാദിക്കുന്നവരുടെ ഇടയിൽ മാത്രമാണ് ഈ സമാധാനം. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ പ്രധാനമായിട്ടുള്ള സന്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ബാഹ്യമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിലെങ്കിലും ശരി, ദൈവത്തിൽ വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുന്നവരും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഒരു സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കുടുംബങ്ങളും വ്യക്തികളും എല്ലാവരും ഒരുമിച്ച് വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു അനുഭവം. ആ സാഹചര്യത്തിൽ വിശുദ്ധ ലൂക്കോസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു ഉണ്ണി യേശു ജനിക്കുന്നില്ലെങ്കിൽ,
ഈ സമാധാനം ബാഹ്യമായിട്ടുള്ളത് മാത്രം. നമ്മളുടെ ഒരു സംസ്കാരം ഈ സൂപ്പർഫിഷ്യാലിറ്റിയുടെ ഒരു സംസ്കാരമാണല്ലോ. നമ്മൾക്ക് ആഴത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളുടെ സംസ്കാരം ഇപ്പോൾ നമ്മളെ അനുവദിക്കുന്നില്ല. അവർ communication, our interaction are all remaining superficial because we have forgotten to interact with a deeper level with other people and with the deeper aspects of what our life is. So അതുകൊണ്ട് ലൂക്കോസ് എവൻഗേലിയോസ് നമുക്ക് പ്രത്യേകമായിട്ട് തരുന്നത് ഹൃദയത്തിലേക്കൊന്ന് നോക്കി ഈ ദൈവം പ്രസാദിക്കുന്നതായിട്ടുള്ള ഹൃദയ അവസ്ഥയാണോ നമ്മൾക്ക് ഓരോരുത്തർക്കും. And there we have a problem because we are used to masking our feelings. അല്ലെ, മുഖംമൂടി കൊണ്ട് നമുക്ക് ഇടപെടുന്നതായിട്ടുള്ള വ്യക്തികളാണ്. പരസ്പരം നമ്മൾക്ക് പരിചയമുണ്ടെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും ദോഷമുള്ളത് ഏത് വാർത്തയും നമ്മൾക്ക് കൈമാറാൻ മടിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ. ആരുടെയും നമ്മൾക്ക് വെക്കാറില്ല. ബാബാ തിരുമേനി ആണെങ്കിലും മെത്രാച്ചനാണെങ്കിലും ഇന്ന് ചിരിച്ച് കാണിച്ചാൽ അടുത്ത നാളിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ യേശുക്രിസ്തു ഹൃദയത്തിൽ വാഴുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സമാധാനം, ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിലും സമാധാനം ഉണ്ടാകുകയുള്ളൂ. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടായെങ്കിലേ ഇടവകളിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഇനിയും വലിയ താമസം കൂടാതെ ഇപ്പോൾ പൊതുയോഗങ്ങളും ഇലക്ഷനും ഒക്കെ വലിയ താമസം കൂടാതെ വരികയാണ്. അപ്പോൾ ഈ കർത്താവ് ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതൊന്ന് ഓർത്തുകൊള്ളണം. ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇതാണ് യഥാർത്ഥമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കർത്താവായി ലൂക്കോസ് എവൻഗേലിയോസ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ഇത് എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഒരു അനുഭവമാണ്. ഇപ്പം നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷവും വിശുദ്ധ ലൂക്കോസ്, ഈ രണ്ട് സുവിശേഷങ്ങളാണല്ലോ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. There are these only two gospels which record the birth narratives of Jesus Christ, and that is St. Matthew's gospel and St. Luke's gospel. And there what we find is that God brings together heaven and earth, and on earth everybody from the lowest sections of the society. ഈ ആട്ടിടയന്മാരെന്ന് പറയുമ്പോൾ we look at them as pictures and symbols of innocence, of people who look after the sheep. But in Palestine the shepherds were poorest of the poor, യാതൊരു നിവൃത്തിയുമില്ലാതെ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം അവർ ഈ യേശുക്രിസ്തുവിനെ, അപ്പം ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് he is wrapped in swaddling clothes, ഒരു പൊതിയാൻ പോലും ഈ ശിശുവിന് തുണിയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദരിദ്രർ എന്ന് പറയുന്നവരുടെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത്, വിദ്വാൻമാരെയും ദൈവത്തെ അറിയുന്നവരെയും കൂട്ടിച്ചേർത്ത്, ഈ വിദ്വാൻമാരെന്ന് പറയുന്നത് മിക്കവാറും പേർഷ്യയിൽ നിന്ന് വന്നിരിക്കുന്ന സൊറാസ്ട്രിയൻ പുരോഹിതന്മാരായിരിക്കണം. അവർ കർത്താവിനെ അവരുടെ ദിവ്യമായിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ യേശുവിനെ വന്ദിക്കാൻ വരികയാണ്. എന്നിട്ട് അവർക്ക് അവരുടെ കൈവശം ഉണ്ടായിരുന്നത് ഏറ്റവും മികച്ച ഈ സമ്മാനം കൊടുക്കുന്നത് പൊന്നും മൂരും കുന്തിരിക്കവും. ഞാൻ നോക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ പള്ളിയിൽ നേർച്ചയിട്ടിട്ട് പോകുന്നതായിട്ടുള്ള രീതി എത്ര ആണെങ്കിലും ഇപ്പം നമ്മൾക്ക് പല സാഹചര്യത്തിൽ കൊടുക്കുന്നുണ്ട് നമ്മളുടേതായിട്ടുള്ള സംഭാവന. പക്ഷെ ഏറ്റവും വലിയ സംഭാവന നമ്മളുടെ ജീവിതം, നമ്മളുടെ ഹൃദയം തുറന്ന് ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് മടിയാണ്. അവിടെയാണ് നമ്മളുടെ ഒരു കുറവ് വരുന്നത്. ഈ വിദ്വാൻമാരെ സംബന്ധിച്ചിടത്തോളം ഇവർ നിക്ഷേപങ്ങളെ തുറന്ന് കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തിന് അവർ സമർപ്പിക്കുകയായിരുന്നു. ഇതൊരു സൂചന മാത്രം. നമുക്ക് നേരെ തിരിച്ചാണ്. ഈ മറ്റുള്ളത് കൊണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ, ദൈവത്തെയും പ്രീതിപ്പെടുത്തുവാൻ നോക്കുന്നത് ഈ മറ്റുള്ളത് കൊടുത്തിട്ട്, സമ്പത്താണെങ്കിലും ശരി, സംഭാവനകൾ ആണെങ്കിലും ശരി. നമ്മൾക്ക് പലപ്പോഴും പ്രാർത്ഥനകൾ പോലും ഇത് സമർപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരാത്ത പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് നമ്മളുടെ ഹൃദയം നമ്മളുടെ സ്വന്തമായിട്ട് സൂക്ഷിച്ചു വച്ചിട്ട് ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുന്നത് ഇല്ലേ, അത് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം. ഇവരെല്ലാം കൂട്ടിച്ചേർത്തിരിക്കുന്നത് ദൈവം ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രം, നിങ്ങളുടെ ഹൃദയങ്ങളെ എനിക്ക് തരുവാൻ തക്കവണ്ണം. അങ്ങനെയുള്ള അനുഭവം ആക്കി ദൈവം നമ്മളുടെ ഈ ക്രിസ്മസ് ആഘോഷം ഇടയാക്കട്ടെ.
ഹൃദയങ്ങളെ തുറന്ന് കർത്താവായ യേശുക്രിസ്തു അവിടെ ജനിച്ച് ഒരു നവീകരണം, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അങ്ങനെ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മൾക്കൊരു അനുഭവമാക്കി ഈ ക്രിസ്മസ് ആക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാവരോടും എൻ്റെ ക്രിസ്മസ് ആശംസകളും ഒരു പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഐ എക്സ്പ്രസ് മൈ ഡീപ് താങ്ക്സ് ടു ദ സ്റ്റുഡൻസ് ഓഫ് ആഞ്ചൽ and to hope for their wonderful performance and for their being part of our celebrations this evening. I want to extend my personal thanks to the teachers and to the priests involved for making sure that our celebration is always inclusive. We want to embrace and bring everybody to a joyous celebration of the Christmas and an anticipation of the New Year. God bless us all.